ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാം. എനിക്കവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. എനിക്കവതില്ലേ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതോ. ആയിരമായിരം ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹം എത്രയോ വലിയതെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. എഴുതോ പതിനായിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമകോ. പതിനായിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമകോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ ഹല്ലേലൂയ. ഞങ്ങളുടെ ചിന്തയിലടങ്ങാൻ കഴിയാത്തത്ര വിധം ഭാവികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഇന്ന് രാവിലെ ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയത് ഓർത്ത്, ഞങ്ങളുടെ പുത്രനോട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് ഓർത്ത്, ഞങ്ങളുടെ പാപക്കടങ്ങളെ കൊടുത്തു വീട്ടിയത് ഓർത്ത്, ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തമാക്കിയതിനായി ഞങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ആയിരം 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 നാവുകളാൽ അത് വർണ്ണിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We love you Lord, we love you Lord, we love you Lord, we love you. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ പാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടെ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുവാൻ, അങ്ങയുടെ യാഗമരണത്തെ ഓർക്കുവാൻ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചത് ഓർക്കുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചത് ഓർക്കുവാൻ, ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ ദാനമായി നൽകി തന്നത് ഓർക്കുവാൻ, അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുവാൻ, അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർക്കുവാൻ, ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മാവിന്റെ നിയന്ത്രണം ഞങ്ങളെ നടത്തുന്നത് ഓർക്കുവാൻ, ഈ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ നൽകിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാവിലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അങ്ങേക്ക് പ്രസാദകരമായി തീരുവാനിടയാക്കണമേ. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഞങ്ങൾ പറയുന്ന സ്തോത്രങ്ങൾ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് അങ്ങയെ സാക്ഷിക്കുന്നത്, അങ്ങയുടെ തിരുവെഴുത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസന്മാരോട് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, ബാഹ്യമായ കണ്ണടഞ്ഞാലും ആമേൻ കണ്ണ് തുറന്ന് അങ്ങേ ഉള്ളതുപോലെ അറിയുവാൻ, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വിധങ്ങൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം, സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ജയിലുകളിലും മറ്റും അടയ്ക്കപ്പെടുന്ന ദൈവദാസന്മാർ ദൈവമക്കളെ ഓർക്കുന്നു കർത്താവേ. വേർപാട് ദുഃഖത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച നാട്ടിലായിരിക്കാൻ കർത്താവ് ദാസനും ദാസിയും ബലപ്പെടുത്താനായി സ്തോത്രം. സമാധാനത്തോടെ അവരെയും മടക്കി വരുത്താനായി നന്ദി പറയുന്നു. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സഭാഹുള്ളായിരിക്കുന്ന ദാസന്മാർക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന യാചനകൾ കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ,
ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശവും അതിനുള്ള ആരോഗ്യവും പ്രാഗൽഭ്യവും സമാധാനവും കർത്താവ് നൽകിയത് ഓർത്ത് കർത്താവിനെ ഒന്നുകൂടെ നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സഭാഹോളിലും സൂമിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനത്തെ പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസേനയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 96, 96 സങ്കീർത്തനം. സാം നമ്പർ 96. വാക്യമായി വായിച്ചിട്ട് അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ യഹോവയെ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവന നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. നാം ഈ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു രാവിലെ ആയിരിക്കുന്നത്. ആരാണ് ഈ ദൈവം എന്നുള്ള വെളിപ്പാട് ഈ തിരുവഴുത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ അതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. നമ്മുടെ ദൈവം സ്തുതിക്കുവാൻ യോഗ്യനാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ്റെ സന്നിധിയിൽ സകലവും മഹത്വം കൊടുക്കുവാൻ അവൻ യോഗ്യനായ ദൈവമാണ്. അവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന യഹോവയെ നമസ്കരിക്കുവീൻ, ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. കാരണം അവൻ ഭയപ്പെടുവാൻ യോഗ്യനായ പരിശുദ്ധനായ ദൈവസന്നിധിയിൽ രാവിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. സ്തുതികൾക്ക് യോഗ്യനായ, സ്തോത്രത്തിന് യോഗ്യനായ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവസന്നിധിയിൽ നമുക്ക് അവനോട് പറയാം, ദൈവമേ നീ യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യൻ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങൾക്കെല്ലാം സ്വീകരിപ്പാൻ അങ്ങ് മാത്രം യോഗ്യൻ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാദിദേവൻ നീ രാജാധിരാജൻ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും പിന്നിലും ആരാധനാ നീ. ഉന്നത നന്ദനൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ. നീ ഹൃദയത്തിൽ നിന്ന് അവരോട് പറയാം, കർത്താവേ അങ്ങ് മാത്രം യോഗ്യൻ. നീ യോഗ്യനാ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. സ്വർഗസുഖം വെടിഞ്ഞൻ പാപം നീക്കാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ
മഹത്വത്തിന് നീ യോഗ്യൻ, പുകഴ്ചയ്ക്ക് നീ യോഗ്യൻ, സ്തോത്രത്തിന് നീ യോഗ്യൻ. ഹല്ലേലൂയ. പ്രകാരമാണ് പാടുന്നത്. പാതകൻ മധ്യത്തിൽ ഒരു പാതകനെ പോലെ പാപമായി തീർന്നു നീ ക്രൂശതിൽ. അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. സ്വർഗത്തിന്റെ എല്ലാ മഹത്വവും വെടിഞ്ഞ് മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് നാം പാടുന്നത്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസവേഷമെടുത്ത് പാപജനത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവിനെ നമുക്ക് പകരമായി നമ്മുടെ പാപങ്ങളെ അവന്റെ തോളിലേറ്റ ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, അവന്റെ യാഗമരണത്തെ ഓർത്ത് അവനെ സ്തുതിക്കൂ. പാതകരുടെ മധ്യത്തിൽ ഒരു പാതകനെ പോലെ നമുക്ക് പകരമായി അവൻ പാപമായി തീർന്നു. ഹല്ലേലൂയ. പാതകർ മധ്യത്തിൽ പാതകരെ പാപമായി തീർന്നു നീ ക്രൂശതിന്മേൽ. നീ മരിച്ചു എന്റെ പാപങ്ങൾ പോക്കി. എന്തൊരു സ്നേഹമേ നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ. ഒരിക്കൽ കൂടെ നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ഹല്ലേലൂയ. ധ്യാനത്തോടെ ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്ന സ്നേഹത്താൽ അവനോട് പറയാം, കർത്താവേ നീ യോഗ്യൻ, നീ യോഗ്യൻ. ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ. നീ യോഗ്യനാണ് കർത്താവേ, അങ്ങ് മാത്രം യോഗ്യനാണ്. ഞങ്ങളുടെ സ്നേഹത്തിനും ഞങ്ങളുടെ ആരാധനയ്ക്കും ഞങ്ങളുടെ സ്തുതിക്കും ഞങ്ങളുടെ സ്തോത്രത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. We love you Lord, we praise you Lord, we worship you Lord. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ നമസ്കരിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, അവന്റെ യാഗമരണത്തെ നമുക്ക് ഓർക്കാം.
അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കിയതോർക്ക്, നമ്മെ അവന്റെ രക്തത്താൽ വീണ്ടെടുത്തതോർക്ക്, വിലയ്ക്ക് വാങ്ങിയതിനായി സ്വന്തമാക്കിയതിനായി നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങളെ അവൻ പോക്കിയതിനായി നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് ഇന്ന് രാവിലെ വാഴ്ത്താം. ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്തതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്തതീതമത്രേ. യേശുവിൻ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനെ വാഴ്ത്തുവാൻ രാവിലെയും അവിടുത്തെ സ്നേഹത്തെ ഓർക്കുവാൻ പാട്ടുകളിലൂടെ കർത്താവിനോട് പറയുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അവിടുത്തെ നാമത്തെ നമുക്ക് തുടർന്നും വാഴ്ത്താം. ആ സ്നേഹത്തോടെ ദൈവസന്നിധിയിലായിരുന്നു അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ വീണ്ടും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കം വാചകളിൽ ജോസ് പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമക്കളും ഒത്തൊരുമിച്ച് കൂടിയിരുന്നു കർത്താവേ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഒരു അവസരം കൂടി കർത്താവേ അടിയുടെ ജീവിതത്തിൽ നൽകി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം അടിയങ്ങളെ ആയിരുന്ന സ്ഥാനത്തൊക്കെയും കൺമണി പോലെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. വിവിധ പ്രയാസങ്ങൾ പല വേദനകളുടെ മധ്യത്തിലും ദൈവം അടിയങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. വിടുതൽ തന്നു, സൗഖ്യം തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു. ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആമേ ആയതിൻ ധ്യാനമേ, ആമേ ആ പാട്ട് അർത്ഥാവേ അടിയങ്ങൾ ഹല്ലേലൂയ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പകൽ കർത്താവേ പാടുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമാണ്. ഹല്ലേലൂയ. അത് വർണ്ണിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേ എത്രത്തോളം അടിയങ്ങളെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. അടിയങ്ങൾ അത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ ആമേ എത്ര സ്തുതിപ്പാൻ എത്ര ആരാധിച്ചാലും മതി വരികയില്ല കർത്താവേ. ആമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്നേഹത്തെ ഓർത്ത് ആമേ ഹല്ലേലൂയ ആമേ ധ്യാനിപ്പാനും ആമേ ഹല്ലേലൂയ ആരാധിപ്പാനും അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ധ്യാനാമേ അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ ഭാരപ്പെടുത്താൽ പ്രയാസത്താൽ സമാധാനമില്ലാതെ ആമേ പല ആവശ്യങ്ങളിലായിരിക്കുന്നവരെ ദൈവം കാണുന്നു, അറിയുന്നു. അവരെ നിത്യ സമാധാനത്താൽ, നിത്യ സന്തോഷത്താൽ ആമേ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ മാനിച്ച് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവ് ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 11 മാസത്തിന്റെ ആമേ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവ് ഇത്രത്തോളം ദൈവം സഹായിച്ചു, നടത്തി വിധങ്ങൾക്കായി ദൈവത്തിന് മഹത്വവും മാനവും പൂഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പാടുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ആമേ തുടർന്നുള്ള സാക്ഷ്യങ്ങളെ, നല്ല പ്രബോധനങ്ങളെ, നല്ല ഹല്ലേലൂയ വചനങ്ങളെ നൽകി തന്ന ആരോഗ്യത്തോടെ ശക്തിയോടെ ആമേ ഹല്ലേലൂയ ഭവനങ്ങളിൽ മടങ്ങി പോകുവാനും വീണ്ടും ഒരാഴ്ചക്കാൽ ജീവിപ്പാനുള്ള കൃപയും ശക്തിയും ആയുസ്സും ആരോഗ്യവും ആമേ ഹല്ലേലൂയ വിഷയങ്ങൾ, വിവിധ വിഷയങ്ങളായിരിക്കുന്നവർക്ക് വിടുതലും സമാധാനം നൽകുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്റെ നാമത്തിന് സ്വർഗ്ഗപിതാവേ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലായിരിക്കുന്ന, സൂമിലായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. We welcome all of you to the house of the Lord and also those who are in Zoom. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Before I go further, so nobody is here. Okay. I invite our youngsters to recite your words.
cast all for cared മൈക്ക് മാറിപ്പോയോണ്ട്. That's okay. That's okay. Good. Romans 15 verse 7. Therefore, receive one another just as Christ received us to the glory of God. Be strong and courageous. Don't be afraid. Don't be discouraged. For the Lord your God will be with you wherever you go. Romans 15 verse 7. Therefore receive one another just as Christ also received you to the glory of God. Galatians 6, 9 to 10. And let us not grow weary while doing good, for in due season we shall reap if we do not lose heart. Therefore, as we have opportunity, let us do good to all, especially to those who are in the household of faith. Proverbs 3 verse 5 and 6. Trust in the Lord with all your heart and lean not on your own understanding. In all your ways submit to him and he will make your path straight. For physical training is of some value, but godliness has value for all things, holding promise for both the present life and the life to come. 1 Timothy 4 verse 8. 1 Peter chapter 4 verse 1. Therefore, since Christ has suffered in the flesh, arm yourself with the same purpose, because he who has suffered in the flesh has ceased from sin. Okay. Shall we close our eyes? Bible says every good gift and perfect gift comes from above. Children are the good gift for the family, for the church family. ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ദാനങ്ങളാണ്. ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. I request John Phillips, Sergeant Brother, to lead us in prayer. Thank you, Lord. Thank you. Yes, Lord. Yes, Lord. Thank you, Jesus. Amen. Amen. Thank you. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നതുമായി കൊലോഷ്യൻസ് ചാപ്റ്റർ 2, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14 and 15.
ഉം. ഉം. Having wiped out the handwriting of requirements that was against us, having wiped was out contrary to the us. handwriting of And he has taken requirements out of the that way, was against us, having nailed having it, wiped which was out contrary the to us. handwriting Having of disarmed the he has taken principalities and requirements powers of the that way, was against he made us, a having public nailed spectacle of of the way, handwriting having of disarmed the he has principalities taken and requirements powers of the way, in it. against He made a us, having public nailed spectacle of of the way. handwriting അതിക്രമങ്ങളൊക്കെയും നമ്മോട് of ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ ആരംഭം അവിടെ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? നാം പ്രാർത്ഥന കേൾക്കുന്നവരായിട്ടല്ല, പ്രാർത്ഥിക്കുന്നവരായി. അവൻ പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ്. He is a God of new beginnings. He is the author and the finisher of our faith. He is the one writing our life history, chapter by chapter. When one chapter is closing with a conclusion, another chapter is going to write, and it's a new beginning. 2025-26 നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കു പാട്ടും പ്രശം ദൈവ കുഞ്ഞാ എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശു. യേശുവൻ സ്വന്തം, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠം കടന്നു വരുന്നു. നിന്റെ വചനത്തിന് നിന്നോളം വലിപ്പമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഇന്നു പകലും കൃപ തരണമേ. Lord, speak to us through your word. Thank you, Lord, for hearing your prayers. In Jesus' precious name we pray. So my topic, already I told you, the God of new beginning. പുതിയ ആരംഭങ്ങളുടെ ദൈവം. തിരിച്ചിട്ടാൽ ജനിച്ചവരുടെ ചരിത്രം എഴുതിയ ലോകമായത്. ജനിച്ചവരുടെ ചരിത്രം.
മഹാത്മാമാരുടെ അത് തന്നെ, മഹാത്മാരുടെ അത് തന്നെ. ഗാന്ധിജി, പിന്നെ നെഹ്റു, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഹിറ്റ്ലർ എന്ന് വേണ്ട വലിയൊരു ഗണമുണ്ട്. ഇവരൊക്കെയും ജനിച്ചു കഴിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചരിത്രത്തിൽ അവരുടെ പേരുകൾ വന്നു. Alexander the Great, still we know him through the history. Hitler, we know him through the history. After their birth, അവരുടെ ജന്മത്തിന് ശേഷം ചെയ്ത കാര്യങ്ങൾ. ലോക ചരിത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഒരുവന്റെ പേര് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നസ്രേന്റെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. 1600 വർഷങ്ങൾക്ക് മുമ്പ് പെന്ററ്റുക്ക് പഞ്ചഗ്രന്ഥം മോശ എഴുതുമ്പോൾ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൽ മോശ എഴുതി വെച്ചു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ തിരശീല വീണ് മലാഖിലേക്ക് വരുമ്പോൾ പ്രവാചകൻ എഴുതി വെച്ചു, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം പെട്ടെന്ന് പൊട്ടിക്കിളിച്ച് വന്നവനല്ല. ഏതോ മരത്തിന്റെ കീഴിൽ എവിടെയോ ഇരുന്ന് ആർക്കോ കിട്ടിയ വെളിപ്പാടല്ല എൻ്റെ യേശു. അവൻ ആരംഭത്തിലേ ഉള്ളവനായിരുന്നു. ഹല്ലേലൂയ. തിരുവചനം പഠിച്ചാൽ പറയുന്നു, ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. ലോകര് പറയുന്നതാ, നിങ്ങളുടെ മതമൊക്കെ 2000 വർഷമായുള്ളൂ, ഞങ്ങളുടെയൊക്കെ പുരാതന മതമാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും തൃപ്തിപ്പെട്ടോട്ടെ. Praise the Lord. തിരുവചനം എടുത്തു പഠിച്ചാൽ ലോകസ്ഥാപനത്തിനു മുന്നമേ, before the foundation of the earth, Jesus was there. Hallelujah. എഫേസ്യ ലേഖനം വിളിച്ചു പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ, ബാക്കി പറയാമോ, വിശുദ്ധരും നിഷ്കളങ്കരും. നമ്മുടെ കാര്യം പറയും, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ, ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവേ, ആ വാക്കിന്റെ ഭാഷ അവിടെ, അവനിൽ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഇന്ന് പകരം സന്തോഷിപ്പാൻ വഴിയുണ്ട് കേട്ടോ. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് ഇതുവരെയും കൊതു തീർന്നിട്ടില്ല. Praise the Lord. ദൈവമായിരുന്നവൻ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണഭൂമിയിലേക്ക് വന്ന് കേവലം മനുഷ്യനായി, ഏറ്റവും ദരിദ്രനായി ഈ ഭൂമിയിൽ പാർത്ത് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ജീവനെ കാൽവരയിൽ തന്ന് അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. നിത്യത ഉറപ്പാക്കിയ. ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയം ക്രൂശാ. എനിക്ക് ചില ടോപ്പിക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത് രണ്ടാമത്തെ വരവ്, 2 ക്രൂശ്, 3 ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ടേക്ക് ഇറ്റ്, നെയിം ഇറ്റ്, ഗ്രാബ് ഇറ്റ്, ക്ലെയിം ഇറ്റ് ഒന്നും അല്ല എൻ്റെ പ്രസംഗം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. പാസ്റ്റർ മാത്യുമൻ കമോൺ ക്ലെയിം ഇറ്റ്, നെയിം ഇറ്റ്, എന്തുവാ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ക്ലെയിം ചെയ്തോ, വചനം എടുത്ത് ക്ലെയിം ചെയ്തോ, നോ പ്രോബ്ലം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഈ ലോകത്തിൽ വരുന്ന 420 വർഷം മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞത്, പഴയ നിയമത്തിന് തിരശീല വീഴുന്നതിന് മുമ്പ് പറഞ്ഞ് നിർത്തിയതും അവനെക്കുറിച്ചാണ്. അപ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയും ഒരു ലൈൻ വെച്ച് നോക്കിയാൽ എല്ലാത്തിൻ്റെയും നിഴലായിരിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പനും മോനും കൂടെ പോകുമ്പോഴും ചോദ്യമാ, അപ്പാ ആട്ടിൻകുട്ടി എവിടെ? ഇതാരെ കാണിക്കുന്നറിയാമോ?
അതിന് മറുപടി പറഞ്ഞ യോഹന്നാൻ ശ്രാവകന ദേണ്ട പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. Praise the Lord. പഴയ നിയമത്തിലെയും ലേവ്യ പുസ്തകത്തിലെയും യാഗങ്ങളും മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടപ്പോഴത്തെ ആ കടിഞ്ഞൂൽ സംഹാരം, ആദ്യത്തെ അന്ന് രാത്രി അറക്കപ്പെട്ട കുഞ്ഞാട് രക്തവും ഇതെല്ലാം കാണിക്കുന്ന നസ്രയനെയാ. സ്തോത്രം. Praise the Lord. മുൻപോട്ട് വന്ന ഓരോ അധ്യായങ്ങളും ലേവ്യ, സംഖ്യ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് സൂക്ഷ്മതയോട് പരിശോധിച്ചാൽ സങ്കീർത്തനങ്ങൾ വരെ സ്തോത്രം നസ്രയനെ ഉയർത്തുന്ന പുസ്തകമാ ഈ പുസ്തകം. എനിക്ക് അവനുമായിട്ടാ കാര്യമുള്ളത്. Praise the Lord. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാ, അവൻ എൻ്റെ രക്ഷകനാ, എന്നെ ദൈവ പൈതലാക്കി തീർത്തത് അവനാ, ഈ ശുശ്രൂഷയ്ക്ക് ഈ പുസ്തകം എടുക്കാൻ യോഗ്യനാക്കി തീർത്തത് അവനാ. Praise the Lord. യേശുവിന്റെ ജനനം, അവന്റെ ശൈശവം, അവൻ എവിടെ പാർക്കണം, എവിടെ ജനിക്കണം, 30 വയസ്സ് വരെ എവിടെയായിരിക്കണം, അടുത്ത 3.5 വർഷം എങ്ങനെ ശുശ്രൂഷിക്കണം, ഇതെല്ലാം നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. അവസാനം കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചു, യേശു എന്ന ചരിത്ര പുരുഷൻ വന്നതിൻ്റെ ഉദ്ദേശം വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ തറയ്ക്കാനാ. Praise the Lord. Praise the Lord. ക്രൂശിൽ തറച്ച നമുക്ക് എതിരായി എഴുതിയിരുന്ന കയ്യെഴുത്ത് എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. ദൈവത്തെ ചോദിക്കാമോ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ജീവിക്കാൻ അവകാശമില്ലാത്ത എന്നെയും നിന്നെയും, നിത്യമരണത്തെ കാത്തിരുന്ന എന്നെയും നിന്നെയും, ഓ ഹല്ലേലൂയ, മരണം നീക്കി നിത്യജീവൻ തരേണ്ടതിന് നമുക്ക് എതിരായി എഴുതിയിരുന്ന ആ വിധിയെ മായ്ച്ചു കളഞ്ഞേ. മാത്യുമന്റെ പേരിൽ ഒരു കേസ് അവിടെ ഇല്ലെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് ചേർത്തോ, എനിക്ക് എൻ്റെ കാര്യമാണ്. മാത്യുമന്റെ പേരിൽ ഒരു കേസ് അവിടെ ഇല്ല. എന്ത് ചെയ്തു? ആരോ വന്നല്ല, നസ്രയൻ വന്ന് ബ്ലാക്ക് ബോർഡ് എന്ന് മാറ്റിക്കളഞ്ഞു. ക്രൂശിൽ 3 ആണി. പൗലോസ് പറയുന്നത് ആണി അല്ല അടിച്ചത്, ക്രൂശിൽ തറച്ചത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇത് ബൈബിളിൽ നോക്കിയാൽ ഏത് വാക്യോ ആ ഭാഷയെന്ന് പിന്നെ ചോദിച്ചേക്കരുത്. ഒരു കൈ ആണി അടിച്ചെന്നില്ല, പക്ഷെ ഇവിടെ തറച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. തറച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചേ ആണി കൊണ്ടല്ലേ. പക്ഷെ ആണി കൊണ്ട് തറച്ചെന്ന് എഴുതിയിട്ടില്ലെന്നേ. അങ്ങനെയാണ് ഞാനെന്ന് പറഞ്ഞോട്ടെ, ഒരു കയ്യിൽ ആണി അടിച്ചപ്പോൾ നിന്റെ പാപത്തെ ആ കയ്യിൽ തറച്ചു, മറ്റേ കയ്യിൽ അടിച്ചപ്പോൾ നിന്റെ ശാപത്തെ അവൻ അടിച്ചു വരും. കാൽമേൽ ആണി അടിച്ചപ്പോൾ പൈശാചിക തലയെ തകർത്തു. സ്ത്രീയുടെ സന്തതി തല ചവിട്ടും, അങ്ങനെ ഇരിക്കുന്നത്. തകർക്കും. പറഞ്ഞു പോകരുത്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ ജീവനെ തന്നു. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. നമുക്ക് ഗോൽഗോഥായിൽ നോക്കിയാൽ 3 ക്രൂശ് കാണാം. 3. നടുക്കത്തെ ക്രൂശ് പാപമില്ലാത്തവനായി ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പാപത്തെ ബോധ്യപ്പെടുത്താമെന്ന് വെല്ലുവിളിച്ച പാപമില്ലാത്തവനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയ നസ്രയന്റെ കുറിച്ച്. സ്തോത്രം. അത്രയൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ സ്തോത്രമുള്ളൂ. ഹല്ലേലൂയ. അടുത്ത ഒരു ക്രൂശ് പാപത്തിൽ
അമ്മ ഗർഭം ധരിച്ച് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപപ്രവൃത്തി കൊണ്ട് ന്യായകോടതി ശിക്ഷിച്ച് ക്രൂശിലെ മരണത്തിൽ കിടക്കുന്ന രണ്ടാമത്തെ വ്യക്തി. കൈയെത്തുന്ന സ്ഥലത്ത് രക്ഷകൻ അവിടെയുണ്ട്. പക്ഷെ അവനെ മനസ്സിലാകാതെ നിത്യ നരകത്തിലേക്ക് പോയവൻ. മൂന്നാമത്തെ വ്യക്തി പാപത്തിൽ അമ്മ ഗർഭം ധരിച്ച് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപപ്രവർത്തികളുടെ ശിക്ഷ അനുഭവിച്ച് ക്രൂശിൽ കയറിയ മൂന്നാമൻ. അവന്റെ അവസാന ശ്വാസം പോകുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപിൽ മറ്റവനെ പോലെ തന്നെ ഇവനും ഈ യേശുവിനെ ദുഷിച്ചതാ. പക്ഷെ അവസാന സെക്കൻഡിൽ ഞാനങ്ങ് വിചാരിക്കുക അവൻ കണ്ടു കാണും ഒരു മേളിൽ ഒരു കൈയെഴുത്ത്. ഇവൻ സാധാരണക്കാരന്റെ യഹൂദന്മാരുടെ രാജാവാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലരെയും വിശുദ്ധരൊക്കെ ആക്കുന്നത് കുറെ കഴിഞ്ഞ് അവിടെ പ്രവർത്തിയോ കണ്ടുകൊണ്ടാ. ഗീവർഗീസ് അങ്ങനെയൊന്നും പറയണ്ട, എന്തിനാ പുണ്യാളെന്നൊക്കെ പറയുന്നത്. മദർ ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അവർ ചെയ്തതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ഭാരതത്തിൽ ജനിച്ച വ്യക്തി ആരായാലും മദർ തെരേസയെ അഭിനന്ദിക്കണം. ആ രാജ്യത്ത് വന്ന് എന്തോ എല്ലാം ചെയ്യുന്നറിയാമോ. പക്ഷേ മറ്റേ പണി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. ലോകചരിത്രത്തിൽ ജനിക്കുമ്പോൾ തന്നെ വിശുദ്ധ പ്രജ എന്ന വാക്കിന് ഒരു വ്യക്തി മാത്രമേ യോഗ്യതയുള്ളൂ. അവൻ 33.5 വയസ്സ് അവസാനത്തെ 3.5 വയസ്സിൽ ചെയ്ത പ്രവൃത്തി കണ്ടുകൊണ്ട് ആരെങ്കിലും വിളിച്ച് അവരെ വിശുദ്ധനാക്കിയതല്ല. ജനിച്ചപ്പോഴേ ജനിക്കാൻ പോകുന്ന വ്യക്തി വിശുദ്ധ പ്രജ. 2 ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. 3 രാജാവ്. ഹല്ലേലൂയ. ഇവൻ നോക്കിയപ്പോൾ ഇവൻ സാധാരണക്കാരനല്ല. ലാസ്റ്റ് മൊമെന്റിൽ രക്ഷകനെ രാജാവായി സ്വീകരിച്ചു. നിത്യ നരകത്തിലേക്ക് പോകേണ്ടവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. അതാണ് 3 കുരിശ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് നമുക്കെന്തുവാ? ദൈവശക്തിയ. പ്രത്യേകിച്ച് ക്രൂശിന്റെ വചനമൊക്കെ ഒന്ന് പറയുമ്പോഴേ അന്നേരം ഒന്ന് ഇച്ചിരി ബലപ്പെടേണ്ടൊക്കെ, അല്ലാതെ അറിയാവുന്ന പാട്ട് പാടുമ്പോഴൊന്നുമല്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച വചനം, ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന വചനം നിങ്ങൾ കേട്ടു. കേൾക്കാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും കേട്ടു. 2, ആ വചനം മാനുഷികമായ വാക്കായിട്ടല്ല, സാക്ഷാൽ ദൈവ വചനമായി കൈക്കൊണ്ടു. റിസീവ് ദാറ്റ് വേർഡ്. അടുത്തത്, അങ്ങനെ വിശ്വസിച്ച് കൈക്കൊണ്ടവരിൽ ആ വചനം ദൈവശക്തിയായി വ്യാപരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വിഷയം ക്രൂശിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ വചനം, അതെ, മറ്റുള്ളവർക്ക് പോഷത്വമാണെന്ന്, നമുക്കിത് ദൈവശക്തിയാണ്. വല്ലപ്പോഴും ഒക്കെ ഇതെടുത്ത് കർത്താവിനെ സ്തുതിക്കണം. ഈ വചനം കർത്താവ് കയ്യിൽ തന്നതിനാൽ സ്തോത്രം. ഈ വചനം ശുശ്രൂഷിക്കാൻ ദൈവദാസന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്തതിനാൽ സ്തോത്രം. ഈ വചനം ഗ്രഹിക്കാൻ കർത്താവ് തന്ന മനസ്സിനായി സ്തോത്രം. കേൾപ്പാൻ തന്ന കേൾവിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇതിനൊക്കെയാ സ്തോത്രം പറയേണ്ടത്.
ജോലി കിട്ടിയതിനോ സൗഖ്യമായതിനോ എന്നല്ല സ്വതന്ത്രം പറയണം. ഈ വചനത്തെയോട് സ്വതന്ത്രം പറയണം. രക്ഷയോട് സ്വതന്ത്രം പറയണം. നിത്യത ലഭിച്ചതോട് സ്വതന്ത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി, 4 വർഷം ഒരു 1-2 വർഷം മുമ്പാണ് ഞാൻ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. 4 ആരംഭങ്ങളുണ്ട്. ഓർക്കുന്നുണ്ടോ? മോനെ ഇങ്ങോട്ടോട്ട് നോക്കണേ. കമോൺ ബാക്ക് ടു ദ സ്ലൈഡ്. 1, ഇത് പടം കാണിച്ച പ്രസംഗമൊന്നുമല്ല. നിങ്ങളെ എല്ലാം ഈ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ബൈബിൾ സ്റ്റഡി ഒന്നുമല്ല. മനസ്സിലാക്കാൻ വേണ്ടിയും എല്ലാവർക്കും ഒന്നും വേണ്ടതുപോലെ പെട്ടെന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആദാമ്യ, that's a new beginning. The beginning from Adam. First beginning. ഒന്നാമത്തെ ആരംഭം. എന്താ ടോപ്പിക്? എന്തുവാ? What is my topic? God of new beginning. ആദാം ഉൽപ്പത്തി 1-ലല്ല ആദ്യത്തെ ആരംഭം. പക്ഷെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ ആരംഭം എവിടെയാ? ആദാമിലാ. He made man to reflect his image on this earth. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും പ്രതിഫലിപ്പിക്കുവാൻ ഒന്നാമത്തെ ആദാമിനെ അവൻ സൃഷ്ടിച്ചു. ഒരു കുടുംബം. സ്തോത്രം. അവരെ മരിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്, ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. ദൈവപൈതലിന് മരണമില്ലല്ലോ. സ്തോത്രം. ആദാമേ, കുറച്ച് കഴിയുമ്പോൾ നീ മരിയും കേട്ടോ, ഞാൻ നിന്നെ അടക്കിയേക്കാതൊന്നും അവിടെ ദൈവം പറഞ്ഞില്ല. അവന്റെ കുഴപ്പം കൊണ്ട് ആ മരണം അവനെ പിന്തുന്നത്. സ്തോത്രം. ദൈവം അവനെ സൃഷ്ടിച്ച് അവന് വേണ്ടി ഒരു വീടുണ്ടാക്കി. അവന് വേണ്ടി നമ്മളൊക്കെ മൂന്നാലൊക്കെ റൂമുള്ള വീട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് മാൻഷൻ എന്നൊക്കെയാണ് പറയുന്നത് നമ്മളതിന്. പക്ഷേ ആദാമിൻ്റെ വീടാണോ അത്? ഗാർഡനാ ആദാമിന് കിട്ടിയത്. എവിടെ വേണമെങ്കിലും ഉറങ്ങാം, ഏത് പൂ വേണമെങ്കിലും പറിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ നടക്കാം. ഹല്ലേലൂയ. മനസ്സിലായില്ല? നല്ല സന്തോഷത്തോടെ ഞാൻ പറയാം, ഇത് ഒരു തോട്ടമാണ്. ആദാമിന് നഷ്ടപ്പെട്ട തോട്ടം തിരിച്ചു തന്ന ദൈവസഭ. സ്തോത്രം. ആദാമ്യ ആരംഭം. പക്ഷെ ആ ആരംഭത്തിൽ മനുഷ്യൻ ഫെയ്ത്ത്ഫുൾ ആയില്ല. അവൻ പാപം ചെയ്തു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവൻ്റെ ഉള്ളിലുള്ള ദൈവം കൊടുത്ത് ആത്മാവ് അവനെ വിട്ട് പോയി. ദൈവം കൊടുത്ത് ആത്മാവ് മാറിയപ്പോൾ ദുരാത്മാവ് അവൻ്റെ ഉള്ളിൽ വന്നു. ഡിവൈൻ നേച്ചർ പോയി, ഈവിൾ നേച്ചർ മനുഷ്യന്റെ ഉള്ളിൽ വന്നു. എത്ര വലിയവനാണെങ്കിലും വിശുദ്ധിക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മനസ്സിലായവർക്കായ സ്തോത്രം. എത്ര വലിയവനായാലും വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ഹി ഈസ് നോട്ട് ഗോയിങ് ടു കോംപ്രമൈസ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ, സാരമില്ല, നീ ഇവിടെ തന്നെ പാർത്തോ. നോ 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 നോ, യു ഹാവ് ടു ഗോ ഔട്ട് ഓഫ് ദിസ് ഹൗസ് because you sinned. We don't have any place for a sinner in the house of the Lord. തെറ്റിദ്ധരിക്കരുത്. പ്രത്യേക ഉദ്ദേശപ്രകാരം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാ ദൈവസഭ. അവിടെ പാപികൾ വരരുതെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചിന്തിക്കരുതാലും. We welcome everyone to the house of the Lord. പക്ഷേ പറയാനുള്ളത് പറയാൻ ദൈവസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ആരാധനയ്ക്ക് ആര് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമുണ്ട്. There is a savior for you. നിനക്ക് ഒരു രക്ഷകനുണ്ടെന്ന് വിളിച്ചു പറയുന്ന സ്ഥലമാ ദൈവസഭ. ഇത് പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ
വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമായത്. Praise the Lord. അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാൻ തെറ്റിപ്പോയെന്ന് ഞാൻ പറയത്തില്ല. കാരണം ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ, ആന്നോ ഇല്ലയോ? പക്ഷേ ആദാം ഹവ്വ തെറ്റിപ്പോയപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഫസ്റ്റ് ബിഗിനിങ്. സെക്കൻഡ് വൺ, the beginning from Noah. First beginning was with 2 people. Second beginning was with 8 people. ഒന്നാമത്തെ ബിഗിനിങ് 2 പേരാ. സെക്കൻഡ് ബിഗിനിങ് അതിനു മുമ്പ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. Praise the Lord. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, പാപം ചെയ്ത് മനുഷ്യൻ മുഴുവൻ അതിക്രമങ്ങളിലും പാപങ്ങളിലുമായിരുന്നപ്പോൾ ബൈബിൾ പറയുന്നു ഒരുവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എല്ലാ കാലത്തും അല്പമായൊരു ശേഷിപ്പുണ്ട്. ദൈവം തൻ്റെ പർപ്പസ് പൂർത്തീകരിക്കാൻ ദൈവം ചിലരൊക്കെ മാറ്റി നിർത്തുമെന്ന് വിശ്വസിക്കുന്നതാണോ നിങ്ങൾ? ഗവൺമെൻറ്റോ ആരെല്ലാം നമുക്കെതിരായി വരട്ടെ, ഇല്ലായ്മയെന്ന് പറയട്ടെ, പക്ഷേ എക്കാലത്തും ദൈവത്തിൻ്റെ പക്കൽ ദൈവം കണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരെ കൊണ്ട് തൻ്റെ പർപ്പസ് പൂർത്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുവനെ വേർതിരിച്ചു, പേര് നോഹ. 120 വർഷം പ്രസംഗിച്ചു, ആരും വന്നില്ല. അവന് സങ്കടമില്ല, പക്ഷേ പറഞ്ഞത് ചെയ്യുവാൻ അവന് താല്പര്യമുണ്ട്. എന്തുവാ പറഞ്ഞത്? പെട്ടകം. ആ പെട്ടകം പണിയുമ്പോഴൊക്കെയും അവൻ്റെ ഉള്ളിലൊരു താല്പര്യമുണ്ട്. കർത്താവേ, ആര് കേട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം. അതാ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തോ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു. വായിച്ചേ. ഭയഭക്തി പൂണ്ട്. തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തവല്ല എങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ഡ്യൂട്ടിയാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയാന്നുള്ളത്. 120 വർഷം നീതിപ്രസംഗിയായ നോഹ നീതിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അനീതിയുള്ള സമയത്ത് നീതിപ്രസംഗിയായ നോഹ. ഞാൻ ഇന്ന് പറയട്ടെ, ഇന്ന് നമ്മെക്കുറിച്ച് സ്വർഗം ആ ലേബലിൽ അറിയപ്പെടട്ടെ. അതിനെന്തോ വേണം? കൃപ. കൃപ. അങ്ങനെ എഴുതിക്കുന്നത്. 1, കൃപ ലഭിച്ചു. 2, കൂടെ നടന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരെയും ഒന്നും ദൈവം എടുത്ത് ഉപയോഗിക്കത്തില്ല. 1, കൃപയുള്ളവൻ. 2, കൂടെ നടക്കുന്നവൻ. സ്തോത്രം, സ്തോത്രം. പക്ഷെ അവിടെയും ഫെയിലായി. 8 പേരെ കൊണ്ട് ആരംഭിച്ചു, പുതിയ വരെ എടുത്തു പറയുന്നുണ്ട്. അവിടെയും ഫെയിലായി. ദൈവത്തിൻ്റെ പ്ലാൻ ഫെയിലായി എന്ന് ഞാൻ പറയത്തില്ല. മാനവജാതിയെക്കുറിച്ചുള്ള പർപ്പസ് ഫെയിലായി. ദൈവിക പ്ലാൻ ഇവിടെ ഫെയിലാകുന്നേ. പക്ഷേ എന്നെക്കുറിച്ചുള്ള പർപ്പസ് ഫെയിലാക്കാൻ എനിക്ക് കഴിയും. ദാറ്റ്സ് ഓൾ. മാനവജാതിയെക്കുറിച്ചുള്ള പർപ്പസ് അവർ ഫെയിലാക്കി. സ്വതന്ത്രം. 1, ഹാനോക്കിനോട് നടന്നു, നോഹയോട് നടന്നു. വ്യക്തികളാ. 3ാമത്തെ ആരംഭം. സമയമില്ല, നിർത്താൻ പോവുകയാണ്. ബാക്കി ഞാൻ അടുത്താഴ്ച പറയാം. അബ്രഹാമ്യ ആരംഭം. വിഗ്രഹം. അപ്പോഴത്തെ ആ സമയമായപ്പോഴത്തെ എന്തുവായി? വീടുകളിൽ വിഗ്രഹം ആരാധന, പിന്നെ വിഗ്രഹത്തെ ഉണ്ടാക്കുക. ഇന്നും ഉണ്ടോ അത്? അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക സത്യദൈവത്തെ വിട്ടിട്ട്. ദൈവമക്കൾക്കും ഉണ്ട് എന്ത്? ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പണി. പോട്ടെ, ഞാൻ പറഞ്ഞു. അപ്പോൾ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിൻ്റെ അവിടെ
ഏത് കാലത്തും ദൈവശബ്ദമുണ്ട് കേട്ടോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളതിന് ഭാരപ്പെടുകയൊന്നും വേണ്ട. കർത്താവേ, അതിക്രമം പെരുകയാണല്ലോ, നിയമം മാറുകയാണല്ലോ, ദൈവത്തെ എതിരായിട്ട് ജനം പോവുകയാണല്ലോ, പാപം വരികയാണല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കണം. പക്ഷെ അതിന് മധ്യം ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. Praise the Lord. Praise the Lord. ആ വിഗ്രഹങ്ങളുടെ ഉണ്ടാക്കുന്നതിൻ്റെ മധ്യേ അവിടെയും ദൈവശബ്ദമുണ്ടായിരുന്നു. കേൾക്കാൻ ആളുണ്ടെങ്കിൽ എല്ലാ കാലത്തും ദൈവശബ്ദമുണ്ട്. ഇന്നു പകൽ ഇവിടെയുണ്ട്, കേൾപ്പാൻ കാതുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഒരു പ്രസംഗം ടോപ്പിക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അബ്രഹാം കേട്ടു. ഞാനങ്ങ് വിചാരിക്കുക, ഈ അപ്പനുണ്ടാക്കുന്ന വിഗ്രഹത്തെക്കൊണ്ട് തലയിൽ വെച്ച് വെക്കാൻ കൊണ്ടുപോകുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു താല്പര്യം, കർത്താവേ, ഈ കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കത്തില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നത്, കാലുണ്ടെങ്കിലും നടക്കത്തില്ല, ഇതിനെ കൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. ഒരു സത്യദൈവമുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ വിളിച്ചുടനെ കേട്ടത്. നിന്റെ താല്പര്യത്തെ മാനിക്കും ദൈവമാണ്. നിന്റെ ഉള്ളിൽ ദൈവബോധമുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അവൻ്റെ വചനം കേൾപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിന്നോട് തന്നെ സംസാരിക്കും. അത് യാതൊരു സംശയമില്ല കേട്ടോ. ആരെല്ലാം കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നിന്നോട് ഇടപെടും ദൈവമാണ് നിന്റെ ദൈവം. അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന അടുത്ത ആരംഭമാത്. അവനാണ് വിശ്വാസികളുടെ പിതാവ്. നിങ്ങൾക്കറിയാമല്ലോ. എന്തോ വിശ്വാസം? എവിടേക്ക് പോണമെന്നറിയത്തില്ല, ആര് പറഞ്ഞെന്നറിയാം. ഒരു സ്തോത്രം പറയാമോ? ലക്ഷ്യമില്ലാതെ അവൻ പോയെങ്കിൽ ലക്ഷ്യമുള്ളവരായിട്ടാണ് നാം പോകുന്നത്. ആന്നോ ഇല്ലയോ? അവനാ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് അനുസരിച്ച് എവിടേക്ക് പോകുമെന്നറിയാതെ പുറപ്പെട്ടു. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, 14-ാമത്തെ വയസ്സിൽ എന്നെ രക്ഷകനെ കണ്ട അന്ന് മുതൽ അവനോട് പറഞ്ഞു, നിനക്കൊരു ലക്ഷ്യമുണ്ട്. നിത്യതയെ ലക്ഷ്യമാക്കിയാ ഞാൻ യാത്ര ചെയ്യുന്നത്. Praise the Lord. Praise the Lord. Going for an ordained. അതിൻ്റെ ടോപ്പിക് എങ്ങനെയാണ്? ഞാൻ മറന്നുപോയല്ലോ. നിങ്ങളും മറന്നുപോയി. എന്നാ പോട്ടെ, എല്ലാവരും പോട്ടെ. റീച്ച് സക്സസ് എന്നുള്ളതിൻ്റെ വേണ്ട അർത്ഥമാണ് സക്സസ്. ഡിക്ഷണറിയാണ് റീച്ചിങ് ദ ഓർഡൈൻഡ് ഡെസ്റ്റിനേഷൻ. അതെന്തുവാ ഓർഡൈൻഡ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഒന്നും ഓർഡൈൻഡ് അല്ല ശുശ്രൂഷന്മാരെ. ദൈവം ഓരോ സമയത്ത് ശുശ്രൂഷ ഏൽപ്പിച്ചു വന്ന് ദൈവസഭയ്ക്ക് ബോധ്യമാകുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി വേർതിരിച്ചൊരു ഡെസ്റ്റിനേഷനുണ്ട്. അവിടെ കൊണ്ടെത്തിക്കുന്നവരെയും കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരുവനുണ്ട്. ഞങ്ങളൊക്കെ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇപ്പം 3 പേർ നടത്തിയിട്ടാണ് വന്നത്. ഇന്നോലെ ഓർക്കുന്നു അവനോട് പറഞ്ഞ വാക്യം, മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ. അതിൻ്റെ അപ്പുറത്ത് പറയാൻ ഞാൻ യോഗ്യനല്ല. മരണം എന്നാൽ അതിൻ്റെ അപ്പുറത്ത് കൈവിടാത്ത ഒരുവനുണ്ട്. നിത്യത വരെയും കൈക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടെത്തിക്കാവെന്ന് പറഞ്ഞ ഒരു നല്ല കർത്താവ്. സ്തോത്രം. പക്ഷേ ആ കാര്യം അതും ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ജനമായി യഹൂദാജനം, ഇസ്രയേൽ, അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്ഹാക്കിൻ്റെ സന്തതിയായ യാക്കോബിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉരുത്തു വന്ന ജാതിയാണ് യഹൂദ. അവരും ദൈവസനിൽ വിശ്വസ്തരായിരുന്നില്ല. ഞാൻ നോക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഏകദേശം 400 വർഷം ഇരുണ്ട കാലയളവ്.
ദൈവശബ്ദമില്ല. പ്രവാചകന്മാർ കൂടി ആരും പറയുന്നില്ല. ഇരുണ്ട കാലയളവിൻ്റെ അവസാനം ഒരു പുതിയ ആരംഭം, ക്രിസ്തുവിലൂടെയുള്ള ആരംഭം. ക്രിസ്തുവിനോടുകൂടെ ആരംഭം. കഴിഞ്ഞ രാത്രി കേട്ടല്ലോ, ഇരുട്ടിൽ വെളിച്ചമുദിച്ചു. ഓ, ഇരുട്ടിൽ വെളിച്ചമുദിച്ചു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു കൊള്ളാം. അടുത്ത ആഴ്ച കർത്തമേശ ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ഈ ആലയത്തിലായിരിക്കുന്നത് ഒരു ക്രിസ്തുവിൽ കൂടെയുള്ള ആരംഭം നാം കണ്ടതുകൊണ്ടാണ്. പ്രവാചകന്മാർക്കോ അബ്രഹാമിനോ യാക്കോബിനോ ഇസ്ഹാക്കിനോ മോശയ്ക്കോ പ്രവാചകന്മാർക്കോ നമ്മെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഓമനകുമാരൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ, എൻ്റെയും നിന്നെയും ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ, ക്രൂശ് പരാജയത്തിലെ സ്ഥലമല്ല വിജയത്തിലെ സ്ഥലമാണെന്ന് ഘോഷിക്കുവാൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ഓമനകുമാരൻ കാൽവറിയിൽ പരമയാഗമായി തീർന്നു. ദൈവമേ, നിനക്കെതിരായി നിത്യ നരകത്തെ നോക്കിയിരുന്ന നിനക്കെതിരായി നിത്യജീവനെ തരേണ്ടതിന് അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും നിനക്ക് വേണ്ടി പരസ്യഘോരമാക്കി. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊക്കെ സ്തുതിക്കാമല്ലോ. നമുക്ക് എഴുന്നേൽക്കാം. ഒരടി മാത്രം പാടിയിട്ട് തുടർന്ന് ഇംഗ്ലീഷിലേക്ക് പോകുക. പരാജയത്തിന്റെ സ്ഥലമല്ല ക്രൂശ്. പൗലോസ് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. പാതാളമേ, മരണമേ, നിന്റെ ജയം എവിടെ? ദൈവത്തിലെ ഒരു മരണം കൊണ്ട് നിന്നെ ഭയപ്പെടുത്തരുത്. സെമിത്തേരി ജീവിതത്തിന്റെ ഒരു അവസാനമല്ല. Come on. That's only just a next level of your Christian walk with your Creator. കുഞ്ഞാട്ടിന്റെ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ചേർന്ന് ഒന്ന് രണ്ട് അടി പാടിയിട്ട് കർത്താവിനെ സ്തുതിക്കാം. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. അഗ്നിയതിൽ ഫലമെന്ന
അഭയം താൻ അവർക്കെന്നുമേ. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക് തിരുവരും കൈപോലും വഴിയും കൂടെന്നും ആശ്വാസമാ. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക് കൂട്ടിനുവരും തൻപോലും വഴിയും കൂടെന്നും ആശ്വാസമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി ഹല്ലേലൂയ. We praise you, Lord. Hallelujah, hallelujah. Thank you, Lord. We worship you, we worship you, we worship you. Hallelujah, hallelujah. Hallelujah. Thank you, Jesus. Oh, death, where is your victory? Where is your sting? Oh, grave, where is your victory? Where is your sting? On the cross, Christ took that away. Hallelujah. He conquered death. He conquered the grave. He is alive. That is why we worship Him. He's not a dead God. He's an alive God. He conquered everything on the cross and He gave us victory. Therefore, we do not fear death. We do not fear grave. We have a conquering Savior before us. We are together this morning in His